ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടസാധ്യതയുള്ള സംഘർഷങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന അമേരിക്ക-ഇറാൻ ബന്ധത്തിൽ ഏറെ പ്രതീക്ഷകളുണർത്തുന്ന ഒരു നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. വർഷങ്ങളായി ഉപരോധങ്ങൾ, സൈനിക ഭീഷണികൾ, പ്രോക്സി യുദ്ധങ്ങൾ, ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയ ആരോപണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ പരസ്പരം അവിശ്വാസത്തിൽ കുരുങ്ങിക്കിടന്ന രണ്ട് രാജ്യങ്ങളും വീണ്ടും സംഭാഷണപാതയിലേക്ക് നീങ്ങുന്നു. രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ ജനീവയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ചതോടെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും ആഗോള സാമ്പത്തികവും ഒരുപോലെ ഈ കൂടിക്കാഴ്ചയിലേക്ക് കണ്ണോടിക്കുകയാണ്. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ഒമാനാണ് എന്നതുകൂടി ഈ നീക്കത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇറാന്റെ പ്രധാന ആവശ്യകത സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതി, ബാങ്കിംഗ് ഇടപാടുകൾ, വ്യവസായം, വിദേശ നിക്ഷേപം തുടങ്ങി എല്ലാ മേഖലകളെയും ഗുരുതരമായി ബാധിച്ചു. ആഭ്യന്തര സാമ്പത്തിക സമ്മർദ്ദവും ജനക്ഷോഭവും ശക്തമായ സാഹചര്യത്തിലാണ് ഇറാൻ ആണവ പദ്ധതിയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് സൂചന നൽകിയത്. ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറാണെന്ന സന്ദേശം തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചകളുടെ അടിസ്ഥാനം. ഇതിനു പ്രതികരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് നിലപാട് മൃദുവാക്കുകയും പ്രശ്നങ്ങൾ സൈനിക മാർഗത്തിലല്ല, നയതന്ത്രപരമായി പരിഹരിക്കണമെന്നതാണ് മുൻഗണനയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ തുറന്നുപറഞ്ഞ വിട്ടുവീഴ്ച സന്നദ്ധതയെ അമേരിക്ക ഔദ്യോഗികമായി സ്വാഗതം ചെയ്തതോടെയാണ് രണ്ടാംഘട്ട ചർച്ചകൾക്ക് അന്തരീക്ഷം പാകപ്പെട്ടത്. ആദ്യഘട്ട അനൗപചാരിക കൂടിക്കാഴ്ചകൾക്ക് ശേഷം അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്ണറും നടത്തിയ വേഗത്തിലുള്ള ആലോചനകൾ നിർണായകമായി തിരിഞ്ഞുനോട്ടമായി. ഇരുപക്ഷവും നേരിട്ട് സംസാരിക്കാതെ മൂന്നാം പക്ഷത്തിലൂടെ നിലപാടുകൾ കൈമാറിയിരുന്നതാണ് ഇതുവരെ പതിവ്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക ചർച്ചകൾക്കായി നേരിട്ടുള്ള വേദിയൊരുക്കപ്പെടുന്നത് ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. ഇതുവരെ അമേരിക്ക-ഇറാൻ സംഘർഷം വെറും ഇരുരാജ്യപ്രശ്നമായി മാത്രമുണ്ടായിരുന്നില്ല. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും വിവിധ രീതിയിൽ ഇതിന്റെ ആഘാതം ഏറ്റുവാങ്ങി. യമൻ, സിറിയ, ഇറാഖ്, ലെബനൻ മേഖലകളിലെ പ്രോക്സി സംഘർഷങ്ങൾ പലപ്പോഴും ഈ രണ്ട് ശക്തികളുടെ തന്ത്രപരമായ ഏറ്റുമുട്ടലുകളായി വിലയിരുത്തപ്പെട്ടു. അതിനാൽ ജനീവ ചർച്ചകൾ വിജയിച്ചാൽ അതിന്റെ പ്രതിഫലം ഒരു കരാറിലൊതുങ്ങുകയില്ല, മുഴുവൻ പ്രദേശത്തിന്റെ സുരക്ഷാ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കാനിടയുണ്ട്. സാമ്പത്തിക രംഗത്തും അതിന്റെ പ്രതിഫലം വൻതോതിലായിരിക്കും. ഇറാന്റെ എണ്ണ കയറ്റുമതി വീണ്ടും സ്വതന്ത്രമാകുന്നത് ആഗോള എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോൾ സംഘർഷഭീതിയെ അടിസ്ഥാനമാക്കി മാറിക്കൊണ്ടിരിക്കുന്ന വിപണി പ്രതീക്ഷകൾ ശമിക്കുകയാണെങ്കിൽ യൂറോപ്പിലും ഏഷ്യയിലും ഊർജ്ജച്ചെലവ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും. അന്താരാഷ്ട്ര വ്യാപാരവും കപ്പൽ ഗതാഗതവും സുരക്ഷിതമാകുന്നതോടെ ഇൻഷുറൻസ് ചെലവുകളും കുറയാം. എന്നാൽ ചർച്ചകൾ വിജയകരമാകുമെന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും നിരവധി തടസ്സങ്ങൾ മുന്നിലുണ്ട്. അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതിയിൽ കർശന പരിശോധനയും ദീർഘകാല നിയന്ത്രണവുമാണ്. മറുഭാഗത്ത് ഇറാൻ ആവശ്യപ്പെടുന്നത് ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുകയും ഭാവിയിൽ വീണ്ടും ഏർപ്പെടുത്തില്ലെന്ന ഉറപ്പുമാണ്. വിശ്വാസമെന്ന ഘടകം തന്നെ ഇരുപക്ഷത്തിനും ഏറ്റവും ദുർബലമായ കണ്ണിയാണ്. മുൻകാല കരാറുകൾ തകർന്ന അനുഭവം കാരണം ഇരുവരും ജാഗ്രതയിലാണ്. അതുകൊണ്ടുതന്നെ ജനീവയിലെ കൂടിക്കാഴ്ച ഒരു കരാർ ഒപ്പിടൽ ചടങ്ങായി മാറണമെന്നില്ല. പകരം വിശ്വാസ പുനർനിർമ്മാണത്തിന്റെ തുടക്കമായി മാറാം. ചെറിയ ധാരണകളിലൂടെ വലിയ കരാറിലേക്കുള്ള നീക്കമെന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഒരു പരിധിവരെ ആണവ പ്രവർത്തനം നിർത്തിവെക്കൽ, അതിനു മറുപടിയായി ചില സാമ്പത്തിക ഇളവുകൾ, ഇതുപോലുള്ള ഘട്ടം ഘട്ടമായ സമീപനം ഉണ്ടാകാമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ലോകമിപ്പോൾ യുദ്ധം ഒഴിവാക്കാനുള്ള അവസരമായി ഈ ചർച്ചകളെ കാണുന്നു. സംഘർഷം തുടരുകയാണെങ്കിൽ അത് പ്രാദേശിക യുദ്ധമായി മാത്രം നിൽക്കില്ല, ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സംഭാഷണം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നപരിഹാരമല്ല, ആഗോള സ്ഥിരതയ്ക്കായുള്ള ശ്രമമായി മാറുകയാണ്. ജനീവയിൽ നടക്കുന്ന ഈ നീക്കം വിജയിച്ചാൽ അത് വർഷങ്ങളായുള്ള അവിശ്വാസ രാഷ്ട്രീയത്തിൽ നിന്ന് നയതന്ത്ര രാഷ്ട്രീയത്തിലേക്കുള്ള വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. പരസ്പരം ശത്രുതയിലായിരുന്ന ശക്തികൾ പോലും സംഭാഷണം തിരഞ്ഞെടുക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുതിയ സന്ദേശമാണ് ഉയരുന്നത്. സൈനിക ശക്തിയല്ല, സംവാദമാണ് അവസാനത്തിൽ നിർണായകം. ലോകമിപ്പോൾ അതിന്റെ തെളിവിനായി കാത്തിരിക്കുന്നു.